നമസ്കാരം. ന്യൂവേഴ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ദാൽ കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഒട്ടും ഹെവി അല്ലാതെ വളരെ ലൈറ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു ഭക്ഷണമാണ് ദാൽ കിച്ചടി. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നറിനായിക്കോട്ടെ, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കൂടി പറ്റുന്ന ഒരു ഭക്ഷണം. അപ്പോൾ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോ. കിച്ചടി തയ്യാറാക്കുവാനായിട്ട് മെഷറിംഗ് കപ്പിൽ ഒരു 1/4 കപ്പ് മൂങ് ദാൾ അഥവാ ചെറുപയർ പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പരിപ്പ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പരിപ്പെടുത്ത അതേ ഒരളവിൽ തന്നെ 1/4 കപ്പ് പൊന്നിയരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള അരിയും പരിപ്പും എല്ലാം പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് തിളച്ച് പുറത്തേക്ക് തൂളിപ്പോകാതിരിക്കാനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം നമുക്ക് ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മുതൽ 5 വിസിൽ കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പരിപ്പും ചോറും എല്ലാം ഇവിടെ നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പരിപ്പും ചോറ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല. ഈ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇനി കിച്ചടി തയ്യാറാക്കാനായിട്ട് മറ്റൊരു പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് മാത്രമായിട്ട് ഇതിൽ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. നെയ്യെല്ലാം ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ആദ്യമായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും എരിവിനായിട്ട് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇവയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം ഇവിടെ ആവശ്യത്തിനൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിൽ വെച്ചിട്ട് തക്കാളിയും സവോളയും എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടണ വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും സവോളയും എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 പിഞ്ച് കായത്തിൻ്റെ പൊടി. ഈ പൊടികളെല്ലാം ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചോറും ഉണ്ടല്ലോ, അതിലല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത് അല്പം ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുത്ത് ഇവ നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് കുഴമ്പ് രൂപത്തിൽ യോജിപ്പിച്ചെടുക്കുക. കിച്ചടി ഇവിടെ പാകത്തിന് കുഴമ്പ് പരുവത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അതിലുപരി ഹെൽത്തി ആയിട്ടുള്ള ദാൽ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുവരെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ. കൊച്ചു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ദാൽ കിച്ചടി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മസാലകളൊന്നും അധികം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.